എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മാമ്പഴ പുട്ട് ഉണ്ടാക്കിയാലോ. പുട്ടുണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് പൊടി എടുത്തു, ആവശ്യത്തിന് ഉപ്പിടുക, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പുട്ട് കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. വെള്ളമൊക്കെ തളിച്ച് കുഴച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ചു വയ്ക്കും. മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. പകുതി മാങ്ങ എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം, ഒരു ജ്യൂസാക്കി എടുക്കാം, വെള്ളം ചേർക്കാതെ. മറ്റേ പകുതി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എടുക്കുക. ഇതിൽ പാൽപ്പൊടി ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ. ഇത് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കിയ ജാറ് തന്നെയാണത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തതിന് ശേഷം നന്നായി അരച്ചെടുത്ത മാങ്ങ പ്യൂരിയും കണ്ടൻസ് മിൽക്കും കൂടി ചേർന്ന മിക്സ്ചർ ഇതിലേക്ക് പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം അടച്ചു വെച്ചാൽ നന്നായിട്ട് പിടിക്കും. കുറച്ച് വെള്ളമായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. പുട്ടുപൊടിയൊക്കെ കുഴച്ച് റെഡിയായി. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത മാങ്ങയില്ലേ, അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഇത്തിരി മധുരവും ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. കുറച്ചായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക മുകളിലായിട്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ടേസ്റ്റിയായ മാമ്പഴ പുട്ട് റെഡിയായി. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാം. തേങ്ങാപ്പാൽ ഇതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ കഴിക്കാം. തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കേണ്ടത്. കഴിക്കും.